ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പിള്ളേ കാണിക്കുന്നത് നമ്മുടെ മന്തിയും അതുപോലെ മധുഹൂത്തും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു റൈസ് റെസിപ്പി കേട്ടോ. ചിക്കൻ ഹനീത്ത് അതൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസി ആട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെയല്ലേ ഇതിലോട്ടുള്ള മസാലപ്പൊടി റെഡിയാക്കാനായിട്ട് ഞാൻ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തോതിലൊന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ അളവും കാര്യമൊക്കെ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ വേണം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്. ഇനിയിപ്പം മല്ലിക്ക് പകരം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതും ഈ സമയത്ത് തന്നെ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കന് ഞാൻ ചെറിയ ചെറിയ ഹോൾസ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ചെറിയ ഹോൾസ് ആക്കി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ള റൈസ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ നമ്മൾ ഭയങ്കര മൂത്ത ചിക്കൻ എടുക്കരുത് കേട്ടോ. 1 കിലോയിൽ കുറവുള്ള ചിക്കൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങിക്കുക. ഞാനിപ്പം വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടോ. അല്ലെങ്കിൽ ഇതൊന്നുകൂടെ ചെറുതാക്കി കട്ട് ചെയ്യാം. ഇനി പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആട്ടാൻ ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് 2 ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പം നമ്മൾ പിന്നെ ഉപ്പിടുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് പിന്നെ കൂടി പോകരുത്. പിന്നീട് ഞാൻ അതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒരു ഡ്രൈ ലെമണും ചേർത്തിട്ട് അതിൽ ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് കുക്കാക്കിയെടുക്കുക. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചിക്കൻ കുക്കറിലാണ് വേവിക്കണമെങ്കിൽ ഒരു 3 വിസിലൊക്കെ ഇട്ടോളൂ കേട്ടോ. ചിക്കന് എല്ലിൽ നിന്നും വേറിട്ട് പോകരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ പാത്രത്തിലാണ് നമ്മൾ വേവിക്കണമെങ്കിൽ ഒരു 1/2 hour ഒക്കെ വെക്കണം കേട്ടോ. എങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ചിക്കൻ നന്നായിട്ട് കുക്കായതിനു ശേഷം അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ്റെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാനങ്ങ് മാറ്റി വെച്ച് ഇനിയിപ്പോൾ ആ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ റൈസ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിതാ ഒരു 4-5 പച്ചമുളക് അതേ നീളത്തിൽ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടൊമാറ്റോ പേസ്റ്റാക്കി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ചേർക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ആ വെള്ളം എടുക്കുന്നത് നമ്മൾ ഓൾറെഡി ചിക്കൻ്റെ സ്റ്റോക്കും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അളവ് കറക്റ്റാക്കി വെള്ളം ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എല്ലാം ബോയിലായതിനു ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ റൈസ് ചേർക്കുന്നുണ്ട്. സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യമേ വെള്ളത്തിൽ ഒരു 2 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതങ്ങ് കുക്കാക്കാൻ റൈസ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് പാനിൽ കുറച്ച് ഓയിൽ, എന്തെങ്കിലും ഒലീവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ ചേർത്തിട്ട് ഒന്ന് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ തോതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓവറായിട്ട് അതിന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറിയ തോതിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ റൈസെല്ലാം വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നമ്മൾ ആവശ്യമില്ലാണ്ട് ഇളക്കരുത്. റൈസെല്ലാം പൊട്ടിപ്പോകുക. ഇപ്പം നമുക്ക് നീളത്തിൽ തന്നെ റൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വെള്ളത്തിൽ നമ്മൾ ആദ്യം കുതിർത്ത് വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാൻ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.